ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീക്ക്ലി ഒരു ദിവസമാണ് എനിക്ക് ഒഴിവ് കിട്ടുന്നത്. അപ്പോൾ അന്നത്തെ സ്റ്റഡി റൊട്ടീനാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. മോർണിംഗ് പഠിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഇന്ന് പഠിക്കേണ്ടതെന്ന് ഒന്ന് എഴുതി വെക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഏതൊക്കെ പോർഷൻ ഇന്ന് കവർ ചെയ്യണമെന്ന് മുന്നേ എഴുതി വെക്കുമ്പോൾ നമുക്ക് അത് നോക്കി എളുപ്പത്തിൽ പഠിക്കാനാകും. അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. എൻ്റെ പ്ലാനിങ് എന്തെന്ന് വെച്ചാൽ 10th പ്രിലിമിനറിക്ക് വേണ്ടി പഠിക്കുന്നു, അതേപോലെ എൻ്റെ ക്ലാസ് നോട്ട് റിവിഷൻ ചെയ്യുന്നു, പിന്നെ ഒരു മാഗസീൻ ഉണ്ട് അത് വായിക്കണം, പിന്നെ ഒരു ബുക്കിൻ്റെ 2 പേജ് വായിക്കണം. ക്ലാസ് നോട്ട് പോലെ 10th പ്രിലിമിനറിക്ക് വേണ്ടി ഞാൻ പഠിച്ച നോട്ടും റിവിഷൻ ചെയ്യുക. ഇത് ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഷെഡ്യൂൾ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 10th ലെവൽ എക്സാമിന് വേണ്ടിയുള്ള വീഡിയോസ് ലാപ്ടോപ്പിൽ കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ള നോട്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ യൂട്യൂബ് വീഡിയോസും കാണുന്നുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, പഠിക്കുന്നതിന് ഞാൻ ആദ്യം ടാസ്ക് എഴുതി വെച്ച ശേഷം ഈ ഒരു ആപ്പിൽ ടൈമറും കൂടി ഓൺ ആക്കി വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര സമയം പഠിച്ചു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ആപ്പിന്റെ ഞാൻ ഷോർട്ട് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയേണ്ടവർ എൻ്റെ ആ ഷോർട്ട് വീഡിയോ പോയി കാണണം കേട്ടോ. അതിനുശേഷം നമ്മുടെ റാങ്ക് ഫയലിൽ നമ്മുടെ ചലഞ്ച് ചെയ്യുന്നില്ലേ, അതിനു വേണ്ടിയുള്ള ടോപ്പിക്കും ഞാൻ പഠിക്കുന്നുണ്ട്. നദികളാണ് പോർഷൻ പഠിച്ചുകൊണ്ടിരുന്നത്, നദികളും കായലുകളും. അപ്പൊ കായലിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതും കൂടി നിങ്ങൾ കാണണം കേട്ടോ. അത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കായലും തണ്ണീർത്തടങ്ങളും ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതും കൂടി കാണണം കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ ക്ലാസ്സിലെ നോട്ടുണ്ട്, അത് റിവിഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ടാസ്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൻ്റെ റിവിഷൻ, അതായത് കഴിഞ്ഞ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ആ നോട്ടൊന്ന് വായിക്കാൻ എനിക്ക് കഴിഞ്ഞ ദിവസം രാത്രി പറ്റിയില്ല, അതുകൊണ്ട് ആ നോട്ടും കൂടി ഒന്ന് വായിച്ചു. ഒരു തവണ നമ്മൾ പഠിച്ച കാര്യം വീണ്ടും റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നേന്ന് പഠിക്കണമെന്നില്ല, ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ചിലപ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കില്ല, നമ്മൾ മറന്നുപോയോ ഇനി ഒന്നും കൂടി പഠിക്കണോ എന്നൊക്കെ ചിന്തിക്കും. എങ്കിലും പഠിക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് വായിച്ചു വിട്ടാൽ മതി. വീണ്ടും വീണ്ടും അത് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഓൾറെഡി നമ്മുടെ മനസ്സിൽ പതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ റിവിഷൻ ചെയ്യാൻ നോക്കുക. ഇതിനിടയ്ക്ക് ഞാൻ സ്നാക്സും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. നമ്മൾ ബോറടിക്കില്ലേ ഒരുപാട് നേരം പഠിക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഈ സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കമൊന്നും വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എപ്പോഴും വെള്ളം കുടിക്കും, കാരണം എനിക്ക് ഉറക്കം വരും. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉറക്കം പോകും. ക്ലാസ് നോട്ടൊക്കെ പഠിച്ച ശേഷം ഞാൻ 10th ലെവൽ എക്സാമിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണിത്. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പഠിച്ചിട്ടുള്ള പോർഷൻ ഒന്ന് റിവിഷൻ ചെയ്യാൻ, അപ്പോൾ ആ ഒരു ടാസ്ക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ശരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. യൂട്യൂബ് വീഡിയോ കണ്ട് എഴുതിയെടുക്കുകയാണ് ചെയ്തത്, അല്ലാതെ വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ചേ ഉള്ളൂ. ശേഷം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബുക്ക് വായിക്കാൻ എടുത്തു. ഒരുപാടൊന്നും വായിച്ചില്ല, ഒരു 2 പേജ് അത്രയൊക്കെ വായിക്കുള്ളൂ. ഒരുപാട് വായിക്കാനും പറ്റത്തില്ല, പിന്നെ നമുക്ക് പഠിക്കാനും സമയം കിട്ടില്ല. പിന്നെ ഒരുപാട് വായിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പഠിക്കാൻ ഒരുപാടുള്ളതുകൊണ്ട് ടെൻഷനുമാണ്. അതുകൊണ്ട് ആ ടെൻഷനിൽ നമുക്ക് അത്രയും വായിച്ചാൽ അതൊന്നും തലയിൽ കയറത്തില്ല. അതുകൊണ്ട് കുറച്ചേ വായിക്കാറുള്ളൂ. അതിനുശേഷം ഞാൻ ഈ ഒരു മാഗസിൻ സൈലത്തിന്റെ ഇതാണ് ഞാൻ വായിക്കാൻ എടുത്തു വെച്ചിരുന്ന നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയായി. അപ്പോൾ എൻ്റെ ടാസ്ക് 10th സ്റ്റഡി അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തു കഴിഞ്ഞു. മാഗസിൻ റീഡ് ചെയ്തു, ബുക്ക് റീഡ് ചെയ്തു 2 പേജ്. ദെൻ നൈറ്റിൽ എൻ്റെ റിവിഷൻ ക്ലാസ് നോട്ട് അത് ഓൾറെഡി നേരത്തെ ചെയ്തു. അപ്പോൾ മനസ്സിലായില്ലേ, ഇങ്ങനെ ടാസ്ക് നേരത്തെ എഴുതി വെച്ചാൽ ഈസി ആയിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.